വയനാട് ദുരിതബാധിതർക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന മാതൃകാ ടൗൺഷിപ്പിന്റെ ഒന്നാം ഘട്ട ഉദ്ഘാടനം നടന്നത് എവിടെ? എൽസ്റ്റൺ എസ്റ്റേറ്റ്, കൽപ്പറ്റ. ടൗൺഷിപ്പിന്റെ ഒന്നാം ഘട്ടം ഉദ്ഘാടനം നിർവഹിച്ചത് 2026 മാർച്ച് 1 കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട് ദുരിതബാധിതർക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന മാതൃകാ ടൗൺഷിപ്പിന്റെ ഒന്നാം ഘട്ടം ഉദ്ഘാടനം നടന്നത് എൽസ്റ്റൺ എസ്റ്റേറ്റ്, കൽപ്പറ്റ. 2026 മാർച്ച് 1 കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. വയനാട് മാതൃകാ ടൗൺഷിപ്പിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കി കൈമാറുന്ന വീടുകളുടെ എണ്ണം 178. ആകെ വീടുകൾ 410. വയനാട് ടൗൺഷിപ്പ് പ്രൊജക്ട് സ്പെഷ്യൽ ഓഫീസർ എസ്. സുഹാസ്. ടൗൺഷിപ്പിന്റെ നിർമ്മാണ ചുമതല ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ നടന്നത് 2024 ജൂലൈ 30-നാണ്. ആകെ 128 വീടുകളാണ് ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയാക്കിയത്. ആകെ വീടുകൾ 410 ആണ്. ടൗൺഷിപ്പിന്റെ പ്രൊജക്ട് സ്പെഷ്യൽ ഓഫീസർ എസ്. സുഹാസ് ആണ്. നിർമ്മാണ ചുമതല ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ്. ഒരു മണിക്കൂറിനുള്ളിൽ 2.5 ലക്ഷത്തിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് ലോക റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ നഗരം വാരണാസി. ഒരു മണിക്കൂറിൽ 2.5 ലക്ഷത്തിൽ പരം മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് ലോക റെക്കോർഡ് സ്വന്തമാക്കിയ നഗരം വാരണാസി. 2026 മാർച്ച് 1 വെറും ഒരു മണിക്കൂറിനുള്ളിൽ 2,51,446 മരം. റിലയൻസ് ഇൻഡസ്ട്രീസ് മേധാവി അനന്ത് അംബാനിയുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ ജാംനഗറിൽ ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ വന്യജീവി പുനരധിവാസ പരിപാലന കേന്ദ്രം വന്ദാര ഇന്ത്യയിലെ ആദ്യത്തെ ജാതിരഹിത ഗ്രാമമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച നഗരം സൗണ്ടാല, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ ജാതിരഹിത ഗ്രാമമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഗ്രാമം സൗണ്ടാല, മഹാരാഷ്ട്ര. ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് സിറ്റി പട്ടികയിൽ അടുത്തിടെ ഇടം നേടിയ കേരളത്തിലെ മുനിസിപ്പാലിറ്റി വർക്കല. ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് സിറ്റി പട്ടികയിൽ അടുത്തിടെ ഇടം നേടിയ കേരളത്തിലെ മുനിസിപ്പാലിറ്റി വർക്കല. പത്മവിഭൂഷൺ ലഭിച്ചത് 5 പേർക്കാണ്. ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ, കല, മഹാരാഷ്ട്ര. മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. ബോളിവുഡിലെ ഹീമാൻ എന്നാണ് അറിയപ്പെടുന്നത്. ദിൽ ഭി തേര ഹം ഭി തേര എന്ന ചിത്രത്തിലൂടെ 1960-ലാണ് അദ്ദേഹം ഹിന്ദി സിനിമാ രംഗത്ത് പ്രവേശിക്കുന്നത്. 2012 പത്മഭൂഷൺ ലഭിച്ചു. 2004 രാജസ്ഥാനിലെ ബീക്കാനീറിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. കെ.ടി. തോമസ്, പൊതുകാര്യങ്ങൾ, കേരളം. മുൻ സുപ്രീം കോടതി ജഡ്ജി. 2007 പത്മഭൂഷൺ ലഭിച്ചു. 2002 വിരമിക്കുന്നത് വരെ ഏകദേശം 6 വർഷത്തോളം ഇന്ത്യൻ സുപ്രീം കോടതി ജഡ്ജിയായി സേവനമനുഷ്ഠിച്ചു. 1995 കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി സേവനമനുഷ്ഠിച്ചു. 2017 രൂപീകരിച്ച കേരള നിയമപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാനായിരുന്നു. കെ.ടി. തോമസ്, പൊതുകാര്യം, കേരളമാണ്. മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ്. 2007 പത്മഭൂഷൺ ലഭിച്ചു. 2007 പത്മഭൂഷൺ. 2002 വിരമിക്കുന്നത് വരെ 6 വർഷക്കാലം ഇന്ത്യൻ സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരുന്നു. 1995 കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. 2017 കേരള നിയമപരിഷ്കരണ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിരുന്നു. എൻ. രാജം, കല, ഉത്തർപ്രദേശ്. പ്രശസ്ത ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ വയലിനിസ്റ്റാണ്. 1984 പത്മശ്രീ, 2004 പത്മഭൂഷൺ ലഭിച്ചു. സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പും ലഭിച്ചു. എൻ. രാജം, കല, ഉത്തർപ്രദേശ്. പ്രശസ്ത ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ വയലിനിസ്റ്റ്. 1984 പത്മശ്രീ, 2004 പത്മഭൂഷൺ. സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പും ലഭിച്ചു. പി. നാരായണൻ, സാഹിത്യവും വിദ്യാഭ്യാസവും, കേരളം. ഇടുക്കിയിൽ നിന്നുള്ള 90 വയസ്സുള്ള മുതിർന്ന പത്രപ്രവർത്തകനും എഴുത്തുകാരനുമാണ് പി. നാരായൺ. സാഹിത്യ വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകളെ മാനിച്ച് ഇന്ത്യയിലെ 2ാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ ലഭിച്ചു. പത്മവിഭൂഷൺ. പി. നാരായണൻ, സാഹിത്യവും വിദ്യാഭ്യാസവും, കേരളം. വി. എസ്. അച്യുതാനന്ദൻ, പൊതുകാര്യങ്ങൾ, കേരളം. മരണാനന്തരം. 4ാം കേരള ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാനായിരുന്നു 2016 മുതൽ 2021 വരെ. ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തി. 92 മുതൽ 96 വരെയും 2001 മുതൽ 2006, 2011 മുതൽ 2016 എന്നീ കേരള നിയമസഭകളിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. 14ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ നിയമസഭാ അംഗം.
2006 മുതൽ 11 വരെ 12ാം കേരള നിയമസഭയിൽ കേരളത്തിലെ 20ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു. ഏറ്റവും കൂടുതൽ തവണ മലമ്പുഴയിൽ നിന്ന് തുടർച്ചയായി 20 വർഷം നിയമസഭാ അംഗമായ മാർക്സിസ്റ്റ് പാർട്ടി നേതാവാണ്. പ്രധാന കൃതികൾ: സമരം തന്നെ ജീവിതം, കേരള വികസന സങ്കല്പങ്ങൾ, സമരത്തിനു ഇടവേളകളില്ല, ഇടപെടലുകൾക്ക് അവസാനമില്ല, ജനപക്ഷം, അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ, പരിസ്ഥിതിയും വികസനവും, ഇരകൾ വേട്ടയാടപ്പെടുമ്പോൾ. പത്മഭൂഷൺ ലഭിച്ചത് 13 പേർക്കാണ്. അൽക്ക യാഗ്നിക് കല മഹാരാഷ്ട്ര, ഭഗത് സിംഗ് കോശ്യാരി പൊതുകാര്യങ്ങൾ ഉത്തരാഖണ്ഡ്, കള്ളിപ്പട്ടി രാമസ്വാമി പളനിസ്വാമി വൈദ്യശാസ്ത്രം തമിഴ്നാട്, മമ്മൂട്ടി കല കേരളം, നോറി ദത്താത്രേയുഡു വൈദ്യശാസ്ത്രം അമേരിക്ക, പീയൂഷ് പാണ്ഡെ കല മഹാരാഷ്ട്ര, SKM മെയിലാനന്ദൻ സാമൂഹിക പ്രവർത്തനം തമിഴ്നാട്, ശതാവധാനി R ഗണേഷ് കല കർണാടക, ഷിബു സോറൻ പൊതുകാര്യങ്ങൾ ജാർഖണ്ഡ്, ഉദയ് കോട്ടക് വ്യാപാരവും വ്യവസായവും മഹാരാഷ്ട്ര, VK മൽഹോത്ര പൊതുകാര്യങ്ങൾ ഡൽഹി, വെള്ളാപ്പള്ളി നടേശൻ പൊതുകാര്യങ്ങൾ കേരളം, വിജയ് അമൃതരാജ് സ്പോർട്സ് അമേരിക്ക. പത്മശ്രീ AE മുത്തുനായകം ഇന്ത്യയുടെ ലിക്വിഡ് റോക്കറ്റ് പ്രൊപ്പൽഷൻ പ്രോഗ്രാമിന്റെ ശില്പിയായി പരക്കെ കണക്കാക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ശാസ്ത്രത്തിനും എഞ്ചിനീയറിംഗിനും നൽകിയ സമഗ്ര സംഭാവനകൾക്ക് 2026 പത്മശ്രീ പുരസ്കാരം നൽകി. കലാമണ്ഡലം വിമല മേനോൻ കല, ക്ലാസിക്കൽ നൃത്തങ്ങൾ പ്രത്യേകിച്ച് മോഹിനിയാട്ടം പ്രചരിപ്പിക്കുന്നതിലും പുനരുജ്ജീവിപ്പിക്കുന്നതിലും നൽകിയ സംഭാവനകൾക്ക്. G ദേവകിയമ്മ പൊതുകാര്യങ്ങൾ, തപോവനം എന്നറിയപ്പെടുന്ന മനുഷ്യനിർമ്മിത വനം സൃഷ്ടിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിന് പതിറ്റാണ്ടുകളായി നൽകിയ സംഭാവനകളെ മുൻനിർത്തി. പത്മഭൂഷൺ നേടിയ കായിക താരങ്ങൾ: വിജയ് അമൃതരാജ് ടെന്നീസ് തമിഴ്നാട് 1982 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. വിജയ് അമൃതരാജ് ടെന്നീസ് തമിഴ്നാട്. പത്മശ്രീ രോഹിത് ശർമ്മ ക്രിക്കറ്റ്, ഹർമൻപ്രീത് കൗർ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ, ബൽദേവ് സിംഗ് ഹോക്കി, സവിത പൂനിയ ഹോക്കി. രോഹിത് ശർമ്മ ക്രിക്കറ്റ്, ഹർമൻപ്രീത് കൗർ ക്രിക്കറ്റ്, ബൽദേവ് സിംഗ് ഹോക്കി, സവിത പൂനിയ ഹോക്കി. പ്രവീൺ കുമാർ പാരാ അത്ലറ്റ്, വ്ളാഡിമോ മെസ്റ്റ് വിരീഷ് വില്ലി ഇന്ത്യൻ ഗുസ്തി കോച്ച് ജോർജിയ. ശൗര്യചക്ര ലഭിച്ചവർ: പാഴ്വഞ്ചിയിൽ ലോകം ചുറ്റിയ കോഴിക്കോട് സ്വദേശിനി K ദിൽന, പുതുച്ചേരി സ്വദേശി A രൂപ, അസിസ്റ്റന്റ് കമാൻഡർ വിപിൻ വിൽസൺ.